പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ പ്രാർത്ഥനയോടെ നാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പെരുന്നാളുകളും സമർപ്പണത്തോടുകൂടി, സത്യകുമ്പസാരത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി ആയിത്തീരണമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നമ്മെ ദിവസം സമർപ്പിക്കുവാനും നമ്മുടെ കുറവുകളെ കണ്ടെത്തിക്കൊണ്ട് ആ കുറവുകളെ പൂർണ്ണ സത്യാനുതാപത്തോടുകൂടി ദൈവത്തിൽ സമർപ്പിച്ച് വിശുദ്ധിയോടുകൂടി സഹദായുടെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യധികമായൊരു സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ദേവാലയം കൂടിയാണ്. ബഹുമാനപ്പെട്ട ജുബിനച്ഛൻ പറയുണ്ടായി, വന്നിരായ ഷായി ചാക്കോ അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് ലൂപ്പോസ് അച്ഛനും സേവന മനുഷ്യകാലങ്ങളിൽ ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗത്തിനായിട്ട് ഇവിടെ കടന്നു വന്ന ഒരു സാഹചര്യത്തിൽ അഭിതനായ കൽക്കട്ട ഭദ്രാസനദേവൻ ആയിരുന്ന വന്ദനായ ഡോക്ടർ ദിവൻ അസോസിയൻ മനസ്സിൻ്റെ വചനത്തിലൂടെ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ശ്രദ്ധ പറ്റി, അതൊന്നും ഞാൻ പാലിക്കുന്നു എന്നുള്ളത് ഈ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും പ്രിയ അച്ഛൻ പറയുകയുണ്ടായി, എൻ്റെ പേര് ഗീവർഗീസ് എബ്രഹാം എന്നുള്ളതാണ്. അന്ന് അഭിനന്ദ തിരുമനസിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഗീവർഗീസ് അല്ലെങ്കിൽ ജോർജ് എന്ന് പറയുന്ന ആളുകളെല്ലാം ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രധാന മധ്യസ്ഥൻ, ആ വ്യക്തികളുടെ പ്രധാന മധ്യസ്ഥൻ ഗീവർഗീസ് സഹദായാണ് എന്ന് തിരുമനസിൻ്റെ വാക്കുകളൂടെ പറഞ്ഞപ്പോൾ ഹൃദയത്തെ അത് ശക്തമായി പതിക്കുകയും ഈ നിമിഷം വരെയും ഗീവർഗീസ് സഹദ എൻ്റെ ജീവിതത്തിലെ പ്രധാന മധ്യസ്ഥനായിട്ട് ഞാൻ കരുതുന്നു, പ്രാർത്ഥിച്ചു വരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്രകാരം ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അർപ്പിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലെ പെരുന്നാൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമാണ്, ഏറ്റവും കൃപകൾ നിറഞ്ഞതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 35. അതിപ്രകാരമാണ് പറയുന്നത്: അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. ഹി വാസ് എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലാമ്പ്. യു വർ വില്ലിംഗ് ടു റിജോയ്സ് ഫോർ എ വൈൽ ടു ഹിസ് ലൈറ്റ്. നമുക്ക് ദൈവത്തിൽ നമ്മുടെ തലകളെ വണക്കാം. ബാർക്കുമോ ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാനിമിഷത്തിനെ സ്തോത്രം കരയിട്ടുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ അടിയങ്ങൾ ഒരുങ്ങുമ്പോൾ സഹദായെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സഹാടി ജീവിതത്തെ ഒന്ന് അനുകരിക്കുവാൻ, അപ്രകാരം ദൈവമേ നിൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിന് പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ ജീവിതം നയിച്ചുകൊണ്ട് സഹദായെപ്പോലെ ഏതുവിധമായ പീഡനങ്ങളും വന്നാലും ഏതുവിധമായ പ്രയാസങ്ങളും വന്നാലും തളരാതെ പ്രത്യാശയോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. ഇടയിൽ ചിന്തിക്കുന്ന വചനങ്ങളെല്ലാം നിരസലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുവാനും രൂപാന്തരത്തിൻ്റെ ഭാവത്തോടുകൂടി നിൻ്റെ സഹദായുടെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. ഇടയങ്ങൾ എന്നാളും വാഴ്ത്തണമേ, അനുഗ്രഹിക്കുമാറാണമേ. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരൻ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയത് ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. യേശു തമ്പുരാൻ ഒരു വ്യക്തിയെപ്പറ്റി സാക്ഷിയായിരിക്കുന്ന സാക്ഷ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പല വ്യക്തികളെപ്പറ്റി സാക്ഷീകരിക്കുന്ന നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും യഹോവയാം ദൈവം ഒരു വ്യക്തിയെപ്പറ്റി സാക്ഷീകരിക്കുന്ന നാം കാണുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് യോബിനെ പറ്റിയാണ്. യഹോവയാം ദൈവം യോബിനെ പറ്റി പറയുന്നത് അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഈ ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്രകാരം യഹോവയാം ദൈവം ഒരു വ്യക്തിയെപ്പറ്റി സാക്ഷീകരിക്കുന്നുവെങ്കിൽ ഇവിടെ യേശു തമ്പുരാൻ ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന പ്രകാശമായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവർ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു എന്ന്. വീണ്ടും യേശു തമ്പുരാൻ വേറൊരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നഥാനിയേലിനെ പറ്റിയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ ചൂട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. പിതാക്കന്മാരുടെ സാക്ഷ്യം
പഠിപ്പിക്കലുകൾ ഈ അത്തിയുടെ ചുവട്ടിൽ എപ്രകാരം ഇരിക്കുന്നുവെന്നും നഥാനിയേലിനെ എപ്പം കണ്ടുവെന്നും എപ്രകാരം അത്തിയുടെ ചുവട്ടിലിരുന്നു എന്നും ചിന്തിക്കുമ്പോൾ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്. യേശു തമ്പുരാൻ ജനിച്ച സമയത്ത് ഹെരോദാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന് പറയുമ്പോൾ അമ്മ മാതാവും യോസേഫ് പിതാവും കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ഓടി നോട്ടമുണ്ട്. ആ സമയത്ത് നഥാനിയേൽ എന്ന കൊച്ചു പൈതൽ അത്തിയുടെ ചൂട്ടിലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് കണ്ട ദർശനം, അന്ന് യേശു തമ്പുരാൻ നഥാനിയേലിനെ കണ്ടുവെന്നും ഇന്ന് പൂർണ്ണ വളർച്ചയിൽ നിൽക്കുന്ന നഥാനിയേലിനോട് പറയുകയാണ്, നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ നിന്നെ അത്തിയുടെ ചൂട്ടിൽ വെച്ച് കണ്ടുവെന്നും പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ അല്പം കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇവിടെ ഒരു വ്യക്തിയെപ്പറ്റി യേശു തമ്പുരാൻ പറയുന്നത്. അവൻ ജ്വലിക്കുന്ന പ്രകാശമായിരുന്നു, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തിയെപ്പറ്റി കൂടുതലും വേദോസ്തത്തിലേക്ക് പഠിക്കുമ്പോൾ, വേദോസ്തത്തിലേക്ക് ആ വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വ്യക്തിയെപ്പറ്റി ദൂതൻ സാക്ഷീകരിക്കുന്ന ഇപ്രകാരമാണ്. നമ്മൾ ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നിനക്ക് സമാധാനമുണ്ടാകുവാനും ജനത്തിന് സന്തോഷം വരുവാനും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഈ വ്യക്തിയുടെ മാതാപിതാക്കന്മാരോട് ദൂതൻ പറയുന്ന വലിയ ഘോഷമാണ്. നിനക്ക് സന്തോഷമുണ്ടാകുവാനും ജനത്തിന് സന്തോഷം വരുവാനും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീണ്ടും അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ അവൻ്റെ പിതാവ് സന്തോഷിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 1-ാം അധ്യായം 67-ാം വാക്യത്തിൽ അവൻ്റെ അമ്മ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാണെന്ന് നമുക്ക് അല്പം കൂടി ആഴമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വേറെ ആരുമല്ല, അന്നത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. ഈ വ്യക്തിയുടെ ജനനത്തിൽ അന്നത്തെ ജനങ്ങൾ പറയുന്നു. ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ പൈതൽ എന്തായിത്തീരുമെന്ന് പറയുന്നു. 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ ഈ പൈതൽ എന്തായിത്തീരുമെന്ന് പറയുന്നു. അവിടെ നമ്മൾ വ്യക്തമാക്കുകയാണ് ആരെപ്പറ്റിയാണ് ഇവിടെ യേശു തമ്പുരാൻ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ് പറയുന്നത്. വീണ്ടും യേശു തമ്പുരാൻ പറയുന്നു ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യത്തിലും മത്തായി സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിലും പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവൻ അവനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന്. സ്ത്രീകളിൽ ജനിച്ചവരിൽ അവനെക്കാട്ടിലും വലിയവനായിട്ട് ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുകയാണ്. ഇവിടെ വ്യക്തമാക്കുകയാണ് യോഹന്നാൻ സ്നാപകനെ പറ്റി യേശു തമ്പുരാൻ പറയുകയാണ്, അവൻ കത്തി ജ്വലിക്കുന്ന പ്രകാശമാകുന്ന വിളക്കായിരുന്നു. അവനിലേക്ക് അല്പസമയത്തേക്ക് നിങ്ങൾ ഉല്ലസിപ്പാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നു. വീണ്ടും യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുമ്പോൾ അല്പം കൂടി ആഴത്തിൽ വേദോസ്തവത്തിന് സാക്ഷീകരിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ടവനായിരുന്നുവെന്ന്. തൻ്റെ ഗുരുനാഥന് വഴിയൊരുക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പൗരോഹിത്യ പിന്തുടർച്ചയുള്ള കുടുംബത്തിൽ സക്രിയ പുരോഹിതൻ്റെയും അഹ്റോൻ്റെ മകളായ എലിശബത്തിൻ്റെയും മകനായി പിറന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. വീണ്ടും പറയുന്നു, മാതാപിതാക്കന്മാർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്ത നടക്കുന്നവരുമായിരുന്നു എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, അവൻ്റെ പ്രസംഗം പ്രവാചകതുല്യമായിരുന്നു. മുഖം നോക്കാതെ ദൈവം നൽകിയ ദൂതുകൾ വിളിച്ചറിയിക്കുന്ന ശക്തനായ ഒരു നേതാവായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെപ്പറ്റി ശക്തമായി പ്രവചിച്ച അല്ലെങ്കിൽ ശക്തമായി വഴിയൊരുക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുകയാണ്. എന്തുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ പറ്റി ഇത്രയും വലിയവനെന്ന് വേദപുസ്തകം സാക്ഷീകരിക്കുന്നു? എന്തുകൊണ്ട് വിശുദ്ധ യോഹന്നാനെ പറ്റി യേശു തമ്പുരാൻ ഇവൻ കത്തിജ്വലിക്കുന്ന പ്രകാശമാവുന്നു എന്ന് സാക്ഷീകരിക്കുന്നു? ചിന്തകന്മാർ പിതാക്കന്മാർ പറയുന്ന 1-2 കാര്യങ്ങൾ ചുരുക്കമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് പറയുന്നു, ഹി വാസ് എ മാൻ ഓഫ് ലൈഫ്. ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. ഹി വാസ് എ മാൻ ഓഫ് ലൈഫ്. ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ലായിരുന്നു.
വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ലായിരുന്നു. ജീവിതം വ്യക്തമായി കാണിച്ച, യഹോവയാം ദൈവത്തിലുള്ള ജീവിതം വ്യക്തമായി കാണിച്ച ഒരു ക്രിസ്ത്യ വിശ്വാസി എപ്രകാരം ജീവിക്കണമെന്ന് വ്യക്തമായി കാണിച്ച ഒരു വ്യക്തിത്വമായിട്ട് യോഹന്നാൻ സ്നാപകനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പറയുന്നു, ഹി വാസ് എ മാൻ ഓഫ് ലൈഫ്. ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് ഇവിടെ സാക്ഷീകരിക്കുകയാണ്. കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ വളർന്നു വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് ചിന്തകന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ധരിച്ചിരുന്നത് ഒട്ടക രോമമാണ്. അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് വെട്ടുക്കിളിയും കാട്ടുതേനുമാണ്. അപ്രകാരം വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അനുരൂപപ്പെടാതെ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിച്ച് വ്യക്തമായിട്ട് ജീവിത ദർശനം കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമായിട്ട് യോഹന്നാൻ സ്നാപകൻ ഇവിടെ കാണിക്കുകയാണ്. നാം പെരുന്നാൾ ആചരിക്കുവാൻ പോകുന്ന പരിശുദ്ധനായ ഗീവറി സഹദായും അപ്രകാരമുള്ള വ്യക്തിത്വത്തിന് ഉടമയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ കോട്ടം വരുമെന്ന് പറഞ്ഞിട്ടും, തനിക്ക് മരണമുണ്ടാവുമെന്ന് പറഞ്ഞിട്ടും അതിലൊന്നും വകവെക്കാതെ തൻ്റെ ജനത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുവാൻ, തൻ്റെ ജനത്തിനു വേണ്ടി ജീവിതം ബലി കഴിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അവല്യ സഹദായുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അവല്യ സഹദായുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അപ്രകാരമൊന്ന് മാറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന് അനിഷ്ടമായ, ദൈവത്തിന് ഹിതപ്രദമായ ഒരു ജീവിതം നയിക്കുന്നവരായി നാം ഓരോരുത്തരും മാറേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. ജീവിതമുള്ള മനുഷ്യരായി നാം ഓരോരുത്തരും മാറിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ സഹദായുടെ പെരുന്നാൾ ആചരണം ഏറ്റവും അനുഗ്രഹമാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അബ്രഹാം പിതാവിലെ ജീവിതത്തിലേക്ക് നോക്കി, ജീവിതം കാണിച്ചു തന്ന മനുഷ്യനാണ്, ജീവിതം വ്യക്തമായി കാണിച്ചു തന്ന മനുഷ്യനാണ്. പ്രിയ ജുബനച്ചൻ പറഞ്ഞു, ഞാൻ കല്യാണിൽ വരുന്നതിന് മുമ്പ് ഖത്തറിലായിരുന്നു എന്ന് പറയുന്നു. ഖത്തറിൽ ചെന്നപ്പോഴാണ് മരുഭൂമിയുടെ ഗാഢത എന്തെന്ന് മനസ്സിലായത്. നമ്മൾ പലപ്പോഴും മരുഭൂമികൾ ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെ കണ്ടുവെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മരുഭൂമി എന്തെന്ന് യഥാർത്ഥമായിട്ട് കാണുവാൻ സാധിച്ചത്. ഒരറ്റത്ത് നിന്നാൽ മറ്റേ അറ്റം കാണില്ല, ഒരു പച്ചപ്പ് പോലും കാണത്തില്ല. പൂഴിമണൽ ഇങ്ങനെ കൂടിയായിട്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെയുള്ള മരുഭൂമിയിൽ നിന്നുകൊണ്ടാണ് യഹോവയാം ദൈവം അബ്രഹാം പിതാവിനോട് പറയുന്നത്, നീ കാണിപ്പാൻ ദേശത്തേക്ക് പോവുക, നീ പുറപ്പെടുന്ന ഞാൻ നിനക്ക് കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന്. ആ മരുഭൂമിയിലേക്ക് തൻ്റെ കുടുംബത്തെയും ആടുമാടുകളെയും സഹോദരങ്ങളെയും പിടിച്ചുകൊണ്ട് അബ്രഹാം പിതാവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ച യഥാർത്ഥ ജീവിതമുള്ള മനുഷ്യനായിട്ട് അബ്രഹാം പിതാവിനെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നിന്നപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ എൻ്റെ അടുത്ത ഇന്ന് യഹോവയാം ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ യഹോവയാം ദൈവത്തോട് ചോദിച്ചേനെ, എനിക്കവിടെ സാലറി എത്ര കിട്ടും, എനിക്കവിടെ അക്കോമഡേഷൻ ഉണ്ടോ, ഫാമിലി വിസ കിട്ടുമോ, ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങൾക്ക് പഠനത്തിനുള്ള ക്രമീകരണം ഉണ്ടാവുമോ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, അതിലെല്ലാം സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, എഗ്രിമെൻ്റ് സൈൻ ചെയ്യത്തുള്ളൂ. ഇവിടെ ഒരു എഗ്രിമെൻറ്റും സൈൻ ചെയ്യാതെ യഹോവയാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം പിതാവ്, അത് നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഭാഷ ഇവിടെ കാണുകയല്ലേ? അല്ലെങ്കിൽ ജീവിതമുള്ള ഒരു മനുഷ്യൻ്റെ വലിയ സാക്ഷ്യം ഇവിടെ കാണിക്കുകയല്ലേ? തൻ്റെ സ്വർഗീയ പിതാവ് കൽപ്പിച്ചപ്പോൾ ആ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പിതാവ്, 99 വയസ്സിൽ തനിക്ക് ദാനമായി കൊടുത്ത മകനെ ബലി കഴിക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി പോലും പറയാതെ, അതിനൊരു ചോദ്യവും ചോദിക്കാതെ ആ മകനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരപ്പൻ്റെ ചിത്രം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചേർന്നിട്ടില്ലേ? വിറകും താണ്ടിക്കൊണ്ട് പോകുന്ന അപ്പനോട് മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പ തീയുമുണ്ട്, വിറകുമുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ പിതാവിന് ചങ്ക് പറയുന്ന ഒരു ചോദ്യമായിട്ട് നാം പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഇവിടെയാണ് ആ ദൈവത്തിലേക്ക് തിരിയുന്ന അബ്രഹാം പിതാവ്, ജീവിതമുള്ള ഒരു മനുഷ്യനായിട്ട് അബ്രഹാം പിതാവിനെ കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് അബ്രഹാം പിതാവ് നമ്മുടെ പിതാവായി മാറിയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും സാക്ഷ്യമുള്ള ജീവിതമായി തീരണം, ദൈവത്തിന് അനിഷ്ടമായ ജീവിതമായി മാറുവാൻ സാധിക്കണം. പിന്നെ യോസേഫിലേക്ക് വരികയാണെങ്കിൽ, പൊത്തിപ്പറിന്റെ ഭാര്യയുടെ മുന്നിൽ നിന്ന് തൻ്റെ പുറംകുപ്പായം മുറിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു യോസേഫ് എന്ന് പറയുന്ന കൊച്ചു പൈതലിനെ കാണുന്നുണ്ട്. താൻ കാരാഗ്രഹത്തിലേക്ക് പോകുന്നത് മനസ്സിലായിട്ടും ആ സ്ത്രീയുടെ മുന്നിൽ തൻ്റെ ശരീരം വിട്ടുകൊടുക്കാതെ കുപ്പായം മുരിഞ്ഞെറിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ജോസഫിനെ കാണുന്നുവെങ്കിൽ
പ്രിയമുള്ളവരെ, അതിൽ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ഉടമകളെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്രകാരമുള്ള പിതാക്കന്മാരുടെ മക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ക്രിസ്ത്യ ജീവിതം എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായി തീരുകയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വൺ ഹു ഫോളോസ് ദ പാത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ റിയൽ ക്രിസ്ത്യൻ. യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു പഠിപ്പിച്ച പൂർണ്ണ വചനങ്ങൾ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാതെ ക്രിസ്തുവിൻ്റെ അടിമ ശിഷ്യനായി മാറിയ ഗീവറി സഹദയുടെ പെരുന്നാൾ ആചരിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കുവാൻ ശ്രമിച്ച ഗീവറി സഹദയുടെ പെരുന്നാൾ ആചരിക്കുവാൻ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഇനി സന്ധ്യയിൽ ഒന്നാമത് ജീവിതമുള്ള മനുഷ്യനായി യോഹന്നാൻ സ്നാപകനെ കാണുമ്പോൾ നമ്മുടെ ജീവിതവും അല്പം വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമായി മാറുകയാണ്. സഹദയുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമുക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ലോകത്തിനനുസരിച്ച് പോകാതെ, ഈ ലോകത്തിനനുസരിച്ച് പോകുന്നതല്ല ക്രിസ്ത്യ ജീവിതം, മറിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതാണ്. പല തകർച്ചകളും പല വേദനകളും വരുമ്പോൾ അതിലൊന്നും ഭാരപ്പെടാതെ ക്രിസ്തുവിനെ യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴല്ലേ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിന് ഉടമകളായി തീരുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ഹി വാസ് എ മാൻ ഓഫ് ലൈഫ് ആയിരുന്നുവെങ്കിൽ, രണ്ടാമത് പറയുന്നു ഹി വാസ് എ മാൻ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യനായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷ പറയാൻ മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഭയപ്പെടാതെ സർപ്പസന്തതികളെ എന്ന് അവിടുത്തെ ജനത്തെ വിളിക്കുവാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടാണ് ജനത്തിൻ്റെ കൊള്ളരുതായ്മയെ പരസ്യമായിട്ട് പറയുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയുന്നവരായി നാം ഓരോരുത്തരും തീരണം. പരിശുദ്ധാത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ഓർത്തഡോക്സ് സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നിറയത്തില്ലല്ലോ അച്ഛ എന്നുള്ള പലപ്പോഴും ചിന്താഗതി നമ്മൾ വരുന്നത്. പരിശുദ്ധാത്മാവ് നിറയെന്ന് പറഞ്ഞാൽ അന്യഭാഷകൾ സംസാരിക്കുക എന്ന ചിന്തയിലാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വന്നു പോകുന്നത്. ഒരു തെറ്റിദ്ധാരണകൾ മാത്രമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ പറയുന്നു, സർവ്വത നേടിയാലും പ്രവചനപരമുണ്ടായിട്ടും ഭാഷാപരമുണ്ടായിട്ടും എന്തെല്ലാം നേടിയാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്നാണ്. പരിശുദ്ധാത്മാവ് നിറയുന്നുവെങ്കിൽ എന്താ ഒന്നാമതായി വേണ്ടത്? സ്നേഹത്തിൻ്റെ ഭാഷ നമുക്കുണ്ടാവണം, സ്നേഹമുണ്ടാവണം, സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ ഇടയിലേക്ക് വരണം. യേശുവമ്പരൻ പഠിപ്പിച്ചത് തന്നെയല്ലേ? പരസ്പരം സ്നേഹിക്കണമെന്നല്ലേ യേശുവമ്പരൻ പഠിപ്പിച്ചത്? ഇവിടെ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെപ്പറ്റി പറയുന്ന വേദഭാഗമാണ്. പ്രിയ ജുബനച്ചനും വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ സെമിനാരിയിൽ ചെല്ലുമ്പോൾ ബിജേഷ് ഫിലിപ്പച്ചന് ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ഇയറിൽ പറയുന്ന ഒരു കാര്യമാണ്. അന്ന് തരുന്ന ഒരു അസൈൻമെൻ്റ് ആണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം അന്ന് റൂമിൽ ചെന്ന് വായിക്കുക. എന്നിട്ട് സ്നേഹത്തിൻ്റെ അവിടെ എല്ലാം നമ്മുടെ പേരൊന്ന് ചേർത്ത് വായിക്കണമെന്ന്. ഇന്ന് നമ്മളും ഗീവറി സഹോദര പെരുന്നാൾ ആചരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ഭവനത്തിൽ ചെന്ന് വായിക്കേണ്ട ഒരു വേദഭാഗം തന്നെയാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. അവിടെ സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹം കരുതുന്നു എന്ന് പറഞ്ഞ് നീണ്ട സ്നേഹത്തെപ്പറ്റി ഒരു വ്യാഖ്യാനമാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ സ്നേഹത്തിന് അവിടെ എല്ലാം നമ്മുടെ പേരൊന്ന് ചേർത്ത് ഒന്ന് വായിക്കണം. നാം സ്നേഹമുള്ളവരാണോ എന്ന് അന്നപ്പം മനസ്സിലാകും. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നമ്മുടെ ഭാര്യയോട്, നമുക്ക് നമ്മുടെ ഭർത്താവിനോട്, നമുക്ക് നമ്മുടെ മക്കളോട്, നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് അതിൽ നിന്ന് വ്യക്തമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹമാണ് പരിശുദ്ധാരൂഹയുടെ ഭാഷ. ആ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലങ്ങളാണ് 9 ഫലങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്താണ് 9 ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ആ സ്നേഹം കഴിഞ്ഞൊരു കോമ ഇടണമെന്ന. ആ സ്നേഹത്തിൻ്റെ സബ്ബാണ് ബാക്കി 8 കാര്യങ്ങൾ. സ്നേഹമുണ്ടെങ്കിൽ ബാക്കി എല്ലാം സാധിക്കും. ആ സ്നേഹത്തിൽ നിറഞ്ഞവരായിരിക്കണം ക്രിസ്ത്യ ജീവിതം. ഏറ്റവും സ്നേഹം നിറഞ്ഞ
മാതാക്കളെ, നിങ്ങളുടെ കഴുത്തിൽ ഒരു കുരിശ് കിടപ്പുണ്ട്. മിന്നിൻ്റെ പുറകിൽ ഒരു കുരിശ് കിടപ്പുണ്ട്. 7 മുത്തുകൾ അല്ലെങ്കിൽ 9 മുത്തുകൾ അടങ്ങുന്ന ഒരു കുരിശുണ്ട്. അത് സ്നേഹത്തിൻ്റെ വലിയ കുരിശാ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത്. നമ്മൾ തമാശയിൽ പറയും, ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു കുരിശ് കെട്ടിയെന്ന് പറയും. ഒരു കുരിശാണ് എന്നെ കെട്ടിയെന്നൊക്കെ പറയും. അതേ കുരിശ് തന്നെയാണ് സ്നേഹത്തിൽ നിറയ്ക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളടങ്ങുന്ന 9 മുത്തുകളുള്ള വലിയ കുരിശാണ് നമ്മുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ ആ 9 സ്നേഹത്തിൻ്റെ ഭാഷകളടങ്ങുന്ന 9 മുത്തുകളടങ്ങുന്ന കുരിശുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സ്നേഹവും സന്തോഷവും സമാധാനവും ഇന്ദ്രജയവും വിശ്വസ്തയും സമൃദ്ധിയും ഇന്ദ്രജയവും നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ ആ കുടുംബത്തിൽ നിലനിൽക്കുമെന്ന് യാതൊരു സംശയവുമല്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സ്നേഹം മാതാപിതാക്കന്മാരെ, നമ്മുടെ കഴുത്തിൽ നമ്മുടെ ഭർത്താക്കന്മാർ കെട്ടിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ വലിയ കുരിശാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ കുടുംബജീവിതത്തിൽ മറന്നു പോകാൻ ഇടവരരുത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ ഉണ്ടാവണം. ആ സ്നേഹത്തിൻ്റെ ഭാഷ ഉണ്ടായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിറയുകയുള്ളൂ. ചന്ദ്രക് മേശക് അഭേദവും ദൈവത്തിലുള്ള ആദ്യത്യമായ സ്നേഹത്തിൽ വീണത് മൂലമാണ് തീച്ചുള്ളിൽ വീണമെന്നറിഞ്ഞിട്ടും ബാലിന്റെ വിഗ്രഹത്തെ വണങ്ങാതെ പോയത്. ദാനിയേല് സിംഹക്കൂട്ടിൽ വീഴുമെന്നറിഞ്ഞിട്ടും വിഗ്രഹത്തെ വണങ്ങാതെ രാജാവിൻ്റെ കൽപ്പന പാലിക്കാതെ ദൈവസ്നേഹത്തെ പൂർണ്ണമായിട്ട് പാലിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവസ്നേഹം എപ്രകാരമുള്ളതായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹങ്ങളായി മാറിയിട്ടില്ല. പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളും ദൈവസ്നേഹവുമായി മാറിപ്പോയിട്ടില്ല എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. നാം സ്വയമേ ചിന്തിക്കണം. നാം നോമ്പ് നോക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്, നാം ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് 50 നോയമ്പിൻ്റെ ആരംഭത്തിൽ ഒരു മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഇപ്രാവശ്യം ഞാൻ നോമ്പ് നല്ലതായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. എന്താ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ്. മോള് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നാം നോമ്പ് നോക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രമീകരിക്കുക നോമ്പിലൂടെ പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത്. നാം ഈ ഉള്ള ഓട്ടത്തിൽ നിന്ന് ഒരു മാറ്റം വരുക, സാധാരണ ഓട്ടത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക ഈ നോമ്പിലൂടെ. ഞാൻ ഈ നോമ്പിൽ സമയത്ത് പ്രാർത്ഥനോത്തിലൊക്കെ പള്ളിയിലൊക്കെ അനൗൺസ്മെൻറ്റ് നടത്തും. നമ്മുടെ ഒരു വാഹനവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യണം. നമ്മളൊരു ലോങ് ട്രിപ്പിന് നമ്മൾ കാറിന് പോവുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി കാറൊന്ന് സർവീസ് ചെയ്യും, അല്ലേ? ഓയിലൊന്ന് ചെക്ക് ചെയ്യും. പഴയത് അന്ന് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യും. ആ ബെയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യും. കാറിൻ്റെ അകത്ത് വീലെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. കാറ്റെല്ലാം ഒന്ന് അടിച്ചു. എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്? ഓടുന്ന ഓട്ടത്തിൽ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആകരുത് എന്നുള്ളത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരു നീണ്ട യാത്രയാണ്. നിത്യജീവനെ ലക്ഷ്യമാക്കുള്ളൊരു യാത്രയാണ്. ഈ നിത്യജീവനെ ലക്ഷ്യമാക്കുള്ള യാത്രയിൽ ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പിലോട്ട് കയറ്റലാണ് ഈ നോയമ്പെല്ലാം. ഈ നോമ്പ് നോക്കുമ്പോൾ നമ്മെ തന്നെ ഒരു ശോധന ചെയ്യുകയാണ്. നമ്മുടെ കുറവുകളെല്ലാം കണ്ടുപിടിക്കുക. നമ്മുടെ കുറവുകളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥനയാകുന്ന കാറ്റുകളൊന്ന് അടിച്ചു പിടിച്ചുകൊണ്ട് സത്യകുമ്പസാരമാകുന്ന കുമ്പസാരത്തിലൂടെ നമ്മുടെ കറകളെല്ലാം മായ്ച്ച് പുതിയ ഓയിലെല്ലാം ഒഴിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്ത്? ഈ യാത്രയിൽ ഇടയ്ക്കെങ്ങും തടസ്സമാകാതിരിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, അപ്രകാരം സ്നേഹത്തോടുള്ള നോമ്പ് നോക്കലാണ് അനുഗ്രഹപ്രദമായ നോമ്പ് നോക്കുന്നത്. അപ്രകാരം സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നന്നായി തീരുമ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറിയെങ്കിൽ നാം സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറയുന്നവരായി മാറണം. സ്വന്തം സഹോദരനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും സ്വന്തം സഹോദരനെ പതിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. നാം സ്നേഹത്തിൻ്റെ ഭാഷ ഉൾക്കൊള്ളുന്നവരായി തീരണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ജീവിക്കുന്നവരായി തീരണം. സ്നേഹത്തിൻ്റെ ഭാഷയാണ് യഥാർത്ഥ ക്രിസ്തു പഠിപ്പിച്ച ഭാഷ. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മുന്നോട്ട് തീരുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. 3-ാം ദിവസത്തേന്മാർ പറയുന്നു, ശുദ്ധമുള്ള യോഹന്നാൻ സ്നാപകൻ താഴ്മയും വിനയവുമുള്ള മനുഷ്യനായിരുന്നു. എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മയുള്ള മനുഷ്യനായിരുന്നു. പ്രവാചക ശബ്ദമായിരുന്നെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ വാക്യപ്രകാരമായിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല.
എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാഴറിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള താഴ്മയുടെ ഭാവം ധരിക്കുന്നവരായി മാറണം. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. അവൻ വളരണം, ഞാനോ കുറയണം. ഈ ഒരു ഭാഷ, ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? അവനോ വളരണം, ഞാനോ കുറയണം എന്നുള്ള ഭാഷ, താഴ്മയുടെ ഭാഷ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടോ? ഗിവറി സഹദായുടെ ജീവിതത്തിൽ അത് വന്നത് മൂലമാണ് അനേകം ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. തൻ്റെ ജീവിതത്തേക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനേക്കാൾ പ്രാധാന്യം മറ്റുള്ള ജീവിതമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോഴല്ലേ താഴ്മയുടെ ഭാവത്തിലേക്ക് വരുന്നത്. ഞാനെന്നുള്ള ഭാവം മാറുന്നതായിരിക്കണം ക്രിസ്തീയ ജീവിതം. നാം ചിന്തിച്ചിട്ടുണ്ടോ? ഐ എന്ന ഇംഗ്ലീഷ് വാക്കിനെ വെട്ടുന്നതാണ് കുരിശ്. ഞാനെന്നുള്ള ഭാവത്തെ വെട്ടുന്നതാണ് കുരിശ്. നമുക്കിന്ന് ഞാനെന്നുള്ള ഭാവത്തെ വെട്ടുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും എല്ലാം നോക്കിയാൽ ഒരുപക്ഷെ രഹസ്യ പ്രാർത്ഥനകളിൽ ഞാനെന്നുള്ള ഭാവം കണ്ടേക്കാം. അല്ലാത്തടത്തെല്ലാം ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ഭാവം മാത്രമാണ്. ഞങ്ങളെന്നുള്ള ഭാവമാണ്. ഞാനെന്നുള്ള ഭാവം വെട്ടുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തു തമ്പുരാന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നു. അവിടെയും തൻ്റെ കൂടെ ചേർത്ത് 12 സ്ലീഹന്മാരെ ചേർത്ത് നിൽക്കുന്ന യേശു തമ്പുരാനെ കാണുന്നുണ്ട്. സുവിശേഷ പ്രവർത്തനത്തിന് സ്ലീഹന്മാരെ വിടുമ്പോൾ ഈ 2 പേരായിട്ട് വിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഞാനെന്നുള്ള ഭാവത്തെല്ലാം വെട്ടിക്കൊണ്ട് ഐക്യത്തിൻ്റെ ഭാവത്തിലേക്ക് നാം ചേരുമ്പോഴല്ലേ ക്രിസ്തീയത പൂർണ്ണമായി തീരുന്നത്. ഇവിടെ താഴ്മയും വിനയമുള്ളവനായി ശുദ്ധമുള്ള യോഹന്നാൻ സ്നാപകൻ മാറുന്നുവെങ്കിൽ നമ്മളും നമ്മുടെ ഹൃദയം കൊണ്ട് താഴ്മയുള്ളവരായി മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി താഴ്മയോടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയാ ക്രിസ്തീയത പൂർണ്ണമാകുന്നത്. ഇന്ന് താഴ്മയുടെ ഭാവം നമുക്കുണ്ടോ? ഇന്ന് നമുക്ക് താഴ്മ ഉണ്ടായിരുന്നുവെങ്കിൽ പല പ്രതിസന്ധികളും മാറിപ്പോയേനെ. ഇന്ന് താഴ്മയുടെ ഭാവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ പല പ്രതിസന്ധികളും മാറിപ്പോയേനെ. ഇന്ന് നമ്മുടെ ഇടയിൽ താഴ്മ ഉണ്ടായിരുന്നുവെങ്കിൽ പല ദേവാലയങ്ങളിലെയും പ്രശ്നങ്ങൾ മാറിപ്പോയേനെ. ഇന്ന് നമ്മുടെ താഴ്മ ഉണ്ടായിരുന്നുവെങ്കിൽ പല കമ്മിറ്റികളും ശാന്തപരമായി തീർന്നു പോയേനെ. താഴ്മയുടെ ഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ പല പൊതുയോഗങ്ങളും ശാന്തമായി മാറിപ്പോയേനെ. താഴ്മ ധരിക്കാത്ത വലിയൊരു അനുഭവം നാം ജീവിതത്തിലേക്ക് കടന്നു വന്നു പോയിരിക്കുകയാണ്. അവിടെ തകർച്ചകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ തകർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നുള്ള ഭാവത്തിൽ പല പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി പലപ്പോഴും നാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യത്യസ്തമായിട്ട് ഞാനെന്നുള്ള ഭാവത്തെ വെട്ടിക്കൊണ്ട് താഴ്മയോടെ സഹദയുടെ വലിയ പെരുന്നാൾ ആചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സഹദയുടെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. സഹദയുടെ മധ്യസ്ഥത നമുക്ക് കൃപകൾക്ക് കാരണമായി തീരും. ഈ പെരുന്നാൾ ആചരണം ഏറ്റവും അനുഗ്രഹമായി തീരും. പരിശുദ്ധനായ പരിമള തിരുമേനി പറയുന്നുണ്ട്, ഒന്നിലും നിഗളിക്കരുത്, ഒന്നിലും നിഗളിക്കരുത്. നിഗളത്തിൻ്റെ പിന്നാലെ വീഴ്ചയുണ്ടാകും നിശ്ചയം, താഴ്മയുടെ പിന്നാലെ ഉയർച്ച. ഒന്നിലും നിഗളിക്കരുത്, നിഗളത്തിൻ്റെ പിന്നാലെ വീഴ്ചയുണ്ടാകും നിശ്ചയം, താഴ്മയുടെ പിന്നാലെ ഉയർച്ചയുണ്ടാകും. താണുനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന് കവി പാടുന്നത് നാം പഠിച്ചിട്ടുള്ളവരാണ്. പഠിച്ച് പല കാര്യങ്ങളും ഹൃദയസ്ഥമാക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, താഴ്മ ധരിച്ചവരായി തീർന്നെങ്കിൽ മാത്രമേ, താഴ്മയുടെ ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തീയ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ശ്രേഷ്ഠരായ പിതാക്കന്മാരെല്ലാം ചിന്തിച്ചു നോക്കി. അവരെല്ലാം താഴ്മ ധരിച്ചവരാണ്, വിനയപ്പെട്ടവരാണ്. വിശുദ്ധ കന്യാമറിയാമിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി. ബാലികയാണ്. ദൈവത്തിൻ്റെ നിന്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ താഴ്മയുടെ വലിയ ഭാവം ധരിക്കുകയാണ്. യേശു തമ്പുരാൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. രാജാതി രാജാവായി വാഴേണ്ടവൻ മനുഷ്യൻ വെന്ന് പറക്കുന്നത് കാലിത്തൊഴുത്തിലാണ്. കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ടവൻ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. കള്ളന്മാരുടെ നടുക്കൽ 3 ആണികളാൽ തൂങ്ങി മരിക്കും, ക്രൂശിൽ തൂങ്ങി മരിക്കുമ്പോൾ, മറ്റുള്ളവർ പരിഹസിച്ച് പരിഹാസപാത്രമായി മരിക്കുമ്പോഴും താഴ്മയുടെ ഭാവം അവർക്ക് വേണ്ടി ഉപദ്രവിച്ചു വേണ്ടി പ്രാർത്ഥിച്ച ആ ഗുരുനാഥൻ്റെ ശിഷ്യരായ നാം ഓരോരുത്തരും എന്തുകൊണ്ട് ഈ താഴ്മ ധരിക്കുവാൻ മറന്നു പോകുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഞാനെന്നുള്ള ഭാവം എന്തുകൊണ്ട് നമുക്ക് വീണ്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു? പ്രിയമുള്ളവരെ, അതൊരു താഴ്മയുടെ ഭാവം ധരിക്കുന്നവരായി, താഴ്മയുടെ ധരിക്കുന്നവരായി തീരുവാൻ സാധിക്കണം. വിനയത്തിൻ്റെ ഭാവം ധരിച്ചുകൊണ്ട് യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് ചേരുവാൻ സാധിക്കണം. അവിടെയാണ് ക്രിസ്ത്യ പൂർണ്ണത അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് തന്നിരിക്കുന്ന സമയം പൂർണ്ണമായി അതിൻ്റെ അറുതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാക്കുകൊണ്ട് ചുരുക്കുകയാണ്. യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നുവെന്നും നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഇത്രമാത്രം ഉയർച്ചയിലേക്ക് വരുവാൻ കാരണമാകുന്നു എന്നാണ് നാം ചിന്തിച്ചത്. ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് ലൈഫ്. രണ്ട്, ഹി വാസ് എ മാൻ ഓഫ് ഹോളി സ്പിരിറ്റ്. തേർഡ്, ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നാമും പരിശുദ്ധനായ ഗീവരീസ് സഹദായുടെ പെരുന്നാൾ ആചരിക്കുവാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. നാം യഥാർത്ഥമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ആ പിതാവാം ദൈവം ഓരോ നിമിഷവും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവനോട് അത്തരം കഴിക്കുമെന്ന് പറയുമ്പോൾ ആ വിളിക്ക് കേൾക്കുവാൻ നാം യോഗ്യരാണോ? ആ വിളിക്ക് നമ്മുടെ കാതോർത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൂടി ചുരുക്കുകയാണ്. ആ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചത് കാര്യമാണ്. വന്ദനായ ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പ്രിയ അച്ഛൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയ അച്ഛൻ പറയുന്ന വാക്കുകൾ പ്രകാരമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മെൻ്റലി റിട്ടാർഡഡ് വാർഡിൽ ഒരു മകൻ, വയലൻ്റായി കിടക്കുന്നൊരു മകൻ, ആ മകൻ്റെ അടുക്കിലേക്ക് പിതാവ് ചെന്ന് ആ മകനെ പിതാവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ ആ മകൻ ശാന്തനായി തീർന്ന ഒരനുഭവം. കുറച്ച് ദിവസം ഇങ്ങനെ പോയപ്പോൾ ആ വാർഡിൽ മറ്റുള്ള രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ഡോക്ടർമാരോട് പരാതിപ്പെടുകയാണ്. ഒരാൾക്ക് മാത്രം ഇങ്ങനെ പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല, ഞങ്ങൾക്ക് കൂടി പ്രകാരം അവസരം തരണം, ഞങ്ങളുടെ ബന്ധുക്കളടുക്കിൽ അല്പം പോയിരിക്കുവാൻ അവസരം തരണമെന്ന് പറയുമ്പോൾ ആ പിതാവിന് അവിടെ അല്ലെങ്കിൽ ആ പിതാവിന് പെർമിഷൻ നിഷേധിക്കുകയാണ്. ആ പിതാവിൻ്റെ അടുത്ത് ഡോക്ടർ പറയുമ്പോൾ ആ പിതാവ് വേദനയോട് ആ മകനോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, നിനക്ക് എന്തെങ്കിലും ഭാരം വരുമ്പോൾ നിൻ്റെ ഈ കട്ടിലോട് ചേർന്ന് ഭിത്തിയിലേക്ക് ചെവി ചായച്ചു വെക്കുക, നിൻ്റെ അപ്പൻ്റെ നെഞ്ച് ആ ഭിത്തിയിലുണ്ടാവും എന്ന് പറഞ്ഞ് ആ പിതാവോടൊന്ന് മടങ്ങിപ്പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തോ ഒരു എമർജൻസി കേസുമായിട്ട് രാത്രി വെളുപ്പിനെ 3 മണിക്ക് ആ ഡോക്ടർ വന്നപ്പോൾ വെളിയിൽ കാൽപെരുമാറ്റം കണ്ട് ആ ഡോക്ടറെ നോക്കുമ്പോൾ ആ പിതാവ് തൻ്റെ നെഞ്ച് ആ ഭിത്തിയോട് ചേർന്ന് വെച്ചിരിക്കുന്ന അനുഭവമാണ് കാണുന്നത്. ഡോക്ടർ കണ്ട് അത്ഭുതപ്പെടുകയാണ്. നീ എന്ത് പോഷത്തരമാണ് കാണിക്കുന്നത് പറഞ്ഞപ്പോൾ ആ പിതാവ് പറഞ്ഞതാണ്, എൻ്റെ മകന് ഈ പാതിരാത്രിയിൽ വേദന വന്നു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കും, എൻ്റെ അപ്പൻ്റെ നെഞ്ച് ആഗ്രഹിക്കും. അതില്ലാതായി കഴിഞ്ഞാൽ അവന് വയലൻ്റായി മാറും ഡോക്ടറെ. അതുകൊണ്ട് ഞാൻ എൻ്റെ നെഞ്ച് ചേർന്ന് വെച്ച് എൻ്റെ മകന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, അത്രമാത്രം വലിയ സ്നേഹം, അതിനേക്കാളും വലിയ സ്നേഹം പിതാവാം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? അതിനേക്കാളും മാത്രം വലിയ സ്നേഹം ആ പിതാവാം ദൈവം തന്നിരിക്കുന്നത്. തൻ്റെ സ്വപുത്രനെ കൊല്ലുമെന്നറിഞ്ഞിട്ടും പരിഹസിക്കുമെന്നും അറിഞ്ഞിട്ടും നിന്നാപാത്രമായി തൻ്റെ പുത്രൻ തീരുമെന്നും അറിഞ്ഞിട്ടും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ പിതാവ്. ഇന്നത്തെ രാഷ്ട്രീയ സമൂഹം, മറ്റു സമൂഹങ്ങൾ നിങ്ങൾ ചോര കൊടുത്താൽ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചോര വേണ്ട, എൻ്റെ ചോര കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരുമെന്ന് പുത്രൻ തമ്പുരാൻ നമ്മൾ സാക്ഷീകരിച്ച് ആ വലിയ സ്നേഹം, ആ സ്നേഹം തിരിച്ചറിയാതെ വീണ്ടും എന്തുകൊണ്ട് നമ്മൾ ഇന്ന് അഹങ്കാരികളായി മാറുന്നു? വീണ്ടും എന്തുകൊണ്ട് പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാതെ നാം മാറുന്നു? വീണ്ടും എന്തുകൊണ്ട് താഴ്മ ധരിക്കാതെ ക്രിസ്ത്യാനികളായി നാം മാറുന്നു? പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന കുരിശ് ധരിച്ചുകൊണ്ട് ആ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്തെല്ലാവരും കൊലതായ്മകളാണ് നാം ചെയ്യുന്നത്. ദിനപത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ കൊലതായ്മയുടെയും പിന്നിൽ എത്ര ക്രിസ്ത്യാനികളുടെ പേരാണ് കാണുന്നത്. ഞാൻ ഉൾപ്പെടെ ആ കൊലതായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ലേ പലപ്പോഴും? എന്തുകൊണ്ട് നാം ഇങ്ങനെ ആയിത്തീരുന്നു? സ്വയമേ ചോദിക്കണം.
സ്വയമേ ചോദിച്ച് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധൻ്റെ വലിയ പെരുന്നാൾ ആചരിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആ രൂപാന്തരത്തിലേക്ക് നാം വന്നെങ്കിൽ മാത്രമേ നാളെ പ്രദക്ഷിണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ദേശം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നമ്മൾ സ്വയമേ നന്നാകണം. നാം സ്വയം നന്നായിട്ട് വേണം മറ്റുള്ള നന്നാക്കാൻ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യയിൽ സ്വയമേ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് സത്യകുംഭസാരം നടത്തുവാനും സത്യകുംഭസാരത്തോടുകൂടി വലിയ പരിശുദ്ധൻ്റെ വലിയ പെരുന്നാൾ ആചരിക്കുവാനും നമുക്കിടയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പരിശുദ്ധൻ്റെ പെരുന്നാൾ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയായിട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. എനിക്ക് പ്രകാരം അവസരം തന്ന ബഹുമാനപ്പെട്ട ജുബിനച്ചനോടും ഈ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളോടും ഇത്രയും നേരവും എന്നെ ശ്രമിച്ച എല്ലാവരുള്ള സ്നേഹ ആദരവുള്ള ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകട വണക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാശയാണപ്പാനും നാദ, എന്നെ നിനക്കു സുഖം തമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. പാർക്കുമോർ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാനിവേശത്തിനായി സ്തോത്രം കരയറ്റുന്നു. കർത്താവെ, താഴ്മ ധരിക്കുന്നവരായി വിനയമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ജീവിതമുള്ള മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാണമേ. കർത്താവെ, യോഹന്നാനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ദൈവമായ കർത്താവെ, പരിശുദ്ധനായ ഗിവരി സഹതായെ പോലെ കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, ഏതൊരു പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നാലും അതിലൊന്നും തളരാതെ നിരാശയിലേക്ക് വീണു പോകാതെ പ്രത്യാശയുടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുമാറാണമേ. അതിശ്രേഷ്ഠതയോടുകൂടി അത്യധികം സന്തോഷത്തോടുകൂടി സഹതായുടെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ ഞങ്ങൾ ഒരുക്കുമാറാണമേ. അടിയങ്ങളുടെ കുറവുകളെ കണക്കിടാതെ അതിനെ ഞങ്ങളെ എന്നാളും രൂപാന്തരപ്പെടുത്തുമാറാണമേ. നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. അടിയങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുവാൻ സഹായിക്കുമാറാണമേ. കർത്താവെ, ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിൽ പ്രത്യാശയുടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, യാചനകൾക്ക് തുറമുമാറാണമേ. അടിയങ്ങളുടെ അനുതാപത്തെ കൈക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമില്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.